ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നടൻ മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായ ശ്രീ പി.ഐ. മുഹമ്മദ് കുട്ടിയാണ്. ഇതാരെ പി.ഐ. മുഹമ്മദ് കുട്ടി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ആദ്യ പേര് കേട്ടപ്പോൾ ഞാനും ചിന്തിച്ചു. പക്ഷെ കഴിഞ്ഞ 3 ദശകങ്ങളായി അഭിനയം കൊണ്ടും ഗ്ലാമർ കൊണ്ടും ഒരുപോലെ നമുക്ക് മലയാളികൾക്ക് എന്നും അഭിമാനം തന്നിട്ടുള്ള അഡ്വക്കേറ്റ് പി.ഐ. മുഹമ്മദ് കുട്ടിയെ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? ഇത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആഴമേറിയ കഥാപാത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ കഴിഞ്ഞ 3 ഡെക്കേഡ്സായി ഒരുപോലെ വന്ന സമയം പോലെ തന്നെ ഇന്നും നിൽക്കുന്ന ആ ഒരു അത്ഭുത പ്രതിഭ മറ്റാരുമല്ല, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്മശ്രീ ഭരത് ഡോക്ടർ മമ്മൂട്ടി. അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് മമ്മൂട്ടി എന്ന നടനെ വ്യത്യസ്തനാക്കുന്നത്. ഒരു മികച്ച നടനെന്ന നിലയ്ക്കും ഒരു സൂപ്പർ താരമെന്ന നിലയ്ക്കും മലയാള സിനിമയിൽ ഇദ്ദേഹം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്നു. 1951 വൈക്കം ചെമ്പിൽ ഇസ്മായിലിന്റെയും ഫാത്തിമയുടെയും മകനായിട്ടാണ് മമ്മൂട്ടി ജനിച്ചത്. മഹാരാജാസ് കോളേജിൽ നിന്നും ബിരുദവും ലോ കോളേജിൽ നിന്നും LLBയും പാസായി. പഠനകാലത്തു തന്നെ സിനിമാ നടനാകാനായിരുന്നു ഇദ്ദേഹത്തിന് താൽപര്യം. ഏതാനും ചിത്രങ്ങളിൽ തലകാണിക്കാൻ അവസരം ലഭിച്ചെങ്കിലും മമ്മൂട്ടിയുടെ ആദ്യ ചിത്രമായി പരിഗണിക്കാൻ സാധിക്കുന്നത് ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രമാണ്. തുടർന്ന് KG ജോർജിന്റെ മേള എന്ന ചിത്രത്തിലും അഭിനയിച്ചു. അതുപോലെ തന്നെ KG ജോർജിന്റെ യവനികയിലെ പോലീസ് വേഷവും മമ്മൂട്ടിയെ ശ്രദ്ധേയനാക്കി. തുടർന്ന് IV ശശിയുടെ നിരവധി ചിത്രങ്ങളിലെ നായകവേഷം മമ്മൂട്ടിയുടെ വളർച്ചയിലേക്കുള്ള വഴിത്തിരിവായി. ആവനാഴി, ആൾക്കൂട്ടത്തിൽ തനിയെ, വാർത്ത, ഈ നാട്, മൃഗയ, 1921 തുടങ്ങിയ ചിത്രങ്ങളും ജോഷിയുടെ നായർ സാബ്, ന്യൂഡൽഹി, സംഘം, നിറക്കൂട്ട് തുടങ്ങിയവയും മമ്മൂട്ടിയുടെ താരസിംഹാസനത്തെ അനിഷേധ്യമാക്കി മാറ്റി. അങ്ങനെ 1980കളുടെ രണ്ടാം പകുതിയിൽ തന്നെ ഈ നടൻ ഒരു സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു. മമ്മൂക്കയുടെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കാനായി നമ്മോടൊപ്പം ഉള്ളത് സിബി സാറും ഭാഗ്യ ചേച്ചിയും സീമ ചേച്ചിയുമാണ്. തീർച്ചയായും മമ്മൂക്കയെ കുറിച്ചും പറയാൻ നമുക്ക് ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ ടെയിൽസ് ആൻഡ് ടെയിൽസ് ഇങ്ങനെ ഉണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ അരമണിക്കൂറിൽ ഒതുങ്ങുന്ന വിശേഷങ്ങൾ ഇന്ന് നമുക്ക് പറയാം, ബാക്കി നമുക്ക് പിന്നത്തേക്ക് വെക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മമ്മൂക്കയുടെ എൻട്രി ഇൻ ടു ഫിലിംസ്, ഫസ്റ്റ് ഫേസ് ഓഫ് ഹിസ് കരിയർ. 1980s അദ്ദേഹത്തിന്റെ പ്രമുഖ കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ എൻട്രി എങ്ങനെയായിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായും ആദ്യമായി നമുക്ക് സീമ ചേച്ചിയുടെ അഭിപ്രായം തന്നെ വേണം. കാര്യം ഒരുപാട് ചിത്രങ്ങൾ ഒരുമിച്ച് 1980s മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ച് നമ്മൾ ഇന്നും ചാനലുകൾ മാറ്റുമ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഏതെങ്കിലും ഒരു ഫിലിം വരികയാണെങ്കിൽ നമുക്ക് അപ്പം ഏതാ ചിത്രം ഓർമ്മ വന്നില്ലെങ്കിൽ നമുക്കറിയാം നല്ല ഏതെങ്കിലും ഒരു സിനിമയാണെന്ന് അറിയാം. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ലെജൻഡുമായി അഭിനയിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫേസിൽ അഭിനയിച്ചപ്പോൾ ഇങ്ങനെ 3 ദശകങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആവേണ്ട ഒരു ആക്ടർ അദ്ദേഹത്തിന്റെ ഏർലി ഫേസിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കോസ്റ്റാർ എന്നുള്ള നിലയിൽ എങ്ങനെ വിലയിരുത്തും? ഞാൻ ആദ്യം മമ്മൂക്കനെ കാണുന്നത് സ്ഫോടനം എന്ന പടത്തില് വെച്ചാണ്. ആലപ്പുഴ നവോദയ സ്റ്റുഡിയോയിലാണ്. അപ്പം ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വരുന്നു. പാൻ ചെയ്യുമ്പം ഒരാള് അങ്ങനെ ചാഞ്ഞിട്ട് കാലിൻ്റെ മുകളിൽ കാലിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു പേഴ്സണാലിറ്റിനെ സിനിമ ഫീൽഡിൽ കാണുന്നത് വളരെ അപൂർവമാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ ആരാ ആ മനുഷ്യൻ? മമ്മൂട്ടി എന്നാണ് പേരുന്നത്. കൊള്ളാം, എന്ത് ചെയ്യുന്നു അങ്ങേര്? ഈസ് അഡ്വക്കേറ്റ്. ഓ, വെരി ഗുഡ് എന്ന് പറഞ്ഞ് ഞാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു അഹങ്കാരിയായിട്ടൊരു പോസ്, ഭയങ്കര ഇഷ്ടമായി. അപ്പം ഒന്നും മിണ്ടില്ല. ഞാൻ ഷോർട്ടൊക്കെ അഭിനയിച്ചു. അപ്പോൾ വിശ്വംഭരൻ സാറാണ് അതിൻ്റെ ഡയറക്ടർ. പുള്ളി പറഞ്ഞു നിങ്ങളുടെ പേരാണ്. ആണോ, ഓക്കെ. പക്ഷെ അത് പടം കണ്ട് വന്നപ്പോൾ എൻ്റെ പേരായിട്ട് തോന്നിയില്ല. പിന്നെ കൊണ്ട് രവികുമാറാണ് ഉണ്ടായിരുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്നത് അഭിനയത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. അതെ, ഒരു കഥാപാത്രത്തിന് ഡെഡിക്കേറ്റഡ് ആണ്. നമ്മൾ നേരത്തെ മറ്റു പലരെ പറ്റിയും പറഞ്ഞിട്ടുള്ളത് അവരത്ര ഡെഡിക്കേറ്റഡ് അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പാഷൻ എന്ന് പറയുന്ന ലെവലിൽ അതിനെ കാണാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഊണിലും ഉറക്കത്തിലും അന്നും ഇന്നും അഭിനയം
കഥാപാത്രങ്ങൾ, ചെയ്യാൻ പോകുന്ന സിനിമകൾ ഇത് തന്നെയാണ്. അതാണ് മമ്മൂട്ടിയെ ഇത്രകാലം നമ്മൾ പറഞ്ഞ പോലെ 3 ഡിക്കേഡായിട്ട് ഇവിടെ നിലനിർത്തിയത്. മമ്മൂട്ടിക്ക് സിനിമയോടുള്ള അഭിനിവേശമാണ്, വല്ലാത്തൊരു അഭിനിവേശമാണ്. സിനിമയിൽ എത്തിപ്പെടാനും കാരണം ആഗ്രഹം തന്നെയാണ്, ആഗ്രഹിച്ച് തന്നെയാണ് എത്തിപ്പെട്ടത്. അതുപോലെ അദ്ദേഹം സിനിമയെക്കുറിച്ച്, ലോക സിനിമയെക്കുറിച്ച് തന്നെ അപ് ടു ഡേറ്റ് ആണ്. സിനിമകൾ നിരന്തരം പല 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 നടന്മാരുടെ ക്ലാസിക് സിനിമകൾ, അത് ഏത് ഭാഷയിലാണെങ്കിലും അതിനെ എടുത്ത് കാണുക, അതുപോലെ അതിനെക്കുറിച്ചുള്ള ബുക്സ് വായിക്കുക. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ പുള്ളി അതിനെ തൊട്ട് ഇത് ഉണ്ടായ ചരിത്രം മുതൽ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിച്ച്, അതാണ് ഒരു ശരിക്കും ഒരു ആക്ടർ എന്ത് ചോദിച്ചാലും വിരൽത്തുമ്പിൽ ഉണ്ടായിരിക്കണം സിനിമയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഓർക്കുന്നത് കുറെ ഭയങ്കര എഫക്റ്റീവ് ഡയലോഗ് ഡെലിവറി, മാനറിസംസ്. അത് കൂടുതലും പോസ്റ്റ് 90s ആണ് അങ്ങനെയുള്ള ഫിലിംസ്. നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന പോലെ 90s കഴിഞ്ഞിട്ടാണല്ലോ അങ്ങനെയുള്ള ഫിലിംസ് വന്നത്. പക്ഷെ എന്നാലും ഇന്നും മമ്മൂക്ക എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അത്രയും ശക്തമായിട്ട് ഡയലോഗ്സ് ഡെലിവർ ചെയ്യാൻ പറ്റുക. ഇപ്പം സിബി സാർ ഇപ്പൊ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഫിലിംസിനാണെങ്കിലും ഈ ഡയലോഗ്സ് പറയുമ്പോഴും ഇംപ്രൂവൈസ് ചെയ്യാറുണ്ടോ ഡയലോഗ്സിനെ? ഈ പറയുന്ന ഡയലോഗ്സ് മാറ്റി അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അത് പറയാറുണ്ടോ? അത് ഡയറക്ടേഴ്സ് ആക്ടർ മാറ്റുകയാണെങ്കിൽ തന്നെയും അത് റൈറ്ററുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാറുള്ളൂ. പക്ഷേ മമ്മൂട്ടി വന്നത് 70കളുടെ അവസാനത്തിൽ വന്നു. പിന്നെ 80കളിലാണ് മമ്മൂട്ടിയെ കൊണ്ട് സജീവമായി തുടങ്ങിയത്. അപ്പം ആദ്യകാലത്ത് തന്നെ മമ്മൂട്ടിയെ സംബന്ധിച്ചോളം കിട്ടിയ ഭാഗ്യം ശശിയേട്ടനെയൊക്കെ പോലെയുള്ള സീനിയർ ഡയറക്ടർ, അന്ന് ശശിയേട്ടനാണ് ഏറ്റവും ബിസിയസ്റ്റ് ഡയറക്ടർ ഇവിടുത്തെ. ശശിയേട്ടൻ്റെ എല്ലാ പടങ്ങളിലും മമ്മൂട്ടി കാസ്റ്റ് ചെയ്യപ്പെടും. അത് MD സാറിനെ പോലെയുള്ള അവരുടെ പത്മനായ സാറിനെ പോലെയൊക്കെ ഇപ്പോൾ കാണാൻ പറയത്ത് MD സാറിന്റെ ആദ്യം റിലീസായ ചിത്രം തന്നെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ MD സാറിന്റെ സ്ക്രിപ്റ്റാണ്. അതിനു മുമ്പ് മമ്മൂട്ടി ആദ്യം അഭിനയിച്ച ഒരു സിനിമയുണ്ട് റിലീസാകാത്ത, ദേവലോകം. അത് MD സാറിന്റെ സിനിമ സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും നല്ല ടെക്നീഷ്യന്മാരുടെ കൂടെ MD സാറിനെ പോലെ അല്ലെങ്കിൽ ശശിയേട്ടനെ പോലെ പപ്പേട്ടനെ പോലെ. അതുപോലെ MT സാറിന്റെ സ്ക്രിപ്റ്റ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ളതും എനിക്ക് മമ്മൂക്കയ്ക്കാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഏറ്റവും കൂടുതൽ സിനിമകൾ, എത്ര നല്ല സിനിമകൾ, ഒരുപാട് എന്നുള്ള ഒരു അക്ഷരം വെച്ച് തന്നെ കുറെ. അങ്ങനെ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും മമ്മൂട്ടി ശ്രദ്ധയോടെ തന്നെ ഓഫ് ബീറ്റ് ചിത്രങ്ങളിൽ അഭിനയിക്കാനും ശ്രദ്ധിച്ചിരുന്നു. അത്തരത്തിലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ മമ്മൂട്ടി ശ്രമിച്ചിരുന്നു. അടൂർ സാറിനെ പോലെയുള്ളവരുടെയൊക്കെ സിനിമകളിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചിട്ട് അദ്ദേഹം പോയി അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്തരം സിനിമകൾ ചെയ്യുകയും ചെയ്തു. മതിലുകൾ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ കേട്ടത്, ഒരു ജയിലിനകത്ത് കിടക്കുന്ന വ്യക്തി ഒരിക്കലും ഫ്രഷ് ആയിട്ടിരിക്കരുത് എന്നുള്ളതുകൊണ്ട് ഭക്ഷണം കൊടുക്കാതെ ബിസ്ക്കറ്റും ചായയും മാത്രം കഴിച്ചു ഒരു ഡേ മുഴുവൻ. അപ്പൊ കുറെ കഴിയുമ്പോൾ ടയർഡ്നെസ് അല്ലേ, അത് അത്രമാത്രം ഫിസിക്കലി സാക്രിഫൈസ് ചെയ്യാൻ പുള്ളി തയ്യാറായിരുന്നു. മമ്മൂട്ടിയുടെ കരിയറിലെ ഒരുപക്ഷെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 85-ന് ശേഷം ഉണ്ടായിട്ടുള്ള അതേ കാലഘട്ടത്തിലാണ് വടക്കൻ വീരഗാഥ. മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് വടക്കൻ വീരഗാഥ. ഒരു ഇത്രമാത്രം എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും ഒരു MD സാറിന്റെ തിരക്കഥ അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെ, കഥാപാത്രത്തെക്കുറിച്ചുള്ള ധാരണകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് അതിനൊരു പുനർവായന നടത്തുകയാണ് ആ സിനിമയിലൂടെ. 1988-ലാണ് ഞാൻ ഓഗസ്റ്റ് 1 എന്ന സിനിമ ചെയ്യുന്നത്. ഞാൻ അതുവരെ ചെയ്തു പോകുന്ന, ഞാനിപ്പോൾ മമ്മൂട്ടി ഒന്നിച്ച് തനിയാവർത്തനം, വിചാരണ പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത ശേഷമാണ് ഓഗസ്റ്റ് 1 ചെയ്യുന്നത്. ഓഗസ്റ്റ് 1 എന്ന് പറയുന്നത് എൻ്റെ കരിയറിൽ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഞാൻ ആക്ഷൻ സിനിമകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ലെവലിലുള്ള സിനിമകൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത് എനിക്ക് ആസ് എ ഡയറക്ടർ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. മമ്മൂട്ടി പൂർണ്ണമായ വിശ്വാസം എന്നിൽ അർപ്പിച്ചുകൊണ്ടാണ് ആ സിനിമ ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരാൾ ഇതുവരെ അങ്ങനത്തെ അത്തരം പാറ്റേണിലുള്ള ഒരു സിനിമകളും ചെയ്യാത്ത, തികച്ചും ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഒരു ഡയറക്ടറുടെ മേൽ ഒരു നടൻ ഉണ്ടാകുമ്പോഴാണ് നമുക്കതൊരു വലിയ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കാൻ തോന്നുന്നത്. അത്തരത്തിൽ ആ സിനിമ ചെയ്യാൻ എനിക്ക് കഴിയുകയും അത് ഇപ്പോൾ അതിൻ്റെ സ്വീകരണമുണ്ടായ കാലഘട്ടത്തിലും ആ സിനിമ ആൾക്കാർ വേറിട്ട് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അക്കാലത്ത് ഒരുപക്ഷെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകളുടെ പാറ്റേണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള
വളരെ എന്താണ് ഒരു പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റും ആ സിനിമയിലുണ്ട്. അതിന്റെ തിരക്കഥയുടെ ബലമാണത്. അതെ. അപ്പോൾ ആ രീതിയിൽ അന്ന് നമ്മൾ കണ്ട അതേ മമ്മൂട്ടി, അതേ പെരുമാൾ ഇന്ന് ഈ 22 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 23 വർഷങ്ങൾക്ക് ശേഷവും അതേ രൂപഭാവങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ലാതെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒരു അത്ഭുതമായിട്ട്. എന്തായാലും ശ്രീ മമ്മൂട്ടിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മുടെ മലയാള സിനിമയിലായി മാത്രം ഒതുങ്ങുന്നില്ല. മറ്റ് സൗത്ത് ഇന്ത്യൻ ഭാഷയിലും ഹിന്ദി സിനിമയിലും ഒക്കെ എന്താ പറയാ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മഹാത്ഭുതം തന്നെയാണ് ശ്രീ മമ്മൂട്ടി. കേരളം ആരാധിക്കുന്ന മമ്മൂട്ടി എന്ന നടനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക് ഇവാലുവേഷൻ ഉള്ള സമയമാണിനി. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ഹിസ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. മലയാളത്തിലെ ഒരു ബോൺ ആക്ടറായി വിശേഷിപ്പിക്കപ്പെട്ടില്ലെങ്കിലും പല ബോൺ ആക്ടർമാരെയും പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയ നടനാണ് മമ്മൂട്ടി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രത്യേകത, ഈ ഒരു പരിമിതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പുറത്തുള്ള എഴുത്തുകാരേക്കാൾ കൂടുതൽ ഈ സിനിമയ്ക്കകത്തുള്ള സഹപ്രവർത്തകർ തന്നെയാണ്. അവർ തന്നെയാണ് പലപ്പോഴും ഇത്തരം വിലയിരുത്തലുകൾ നടത്തുമ്പോൾ മമ്മൂട്ടി ഒരു ബോൺ ആക്ടർ അല്ല എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ മമ്മൂട്ടിയുടെ തുടക്കം പരിശോധിച്ചാൽ നമുക്കിത് സത്യമാണെന്ന് തോന്നും. തുടക്കത്തിൽ അദ്ദേഹത്തിന് ധാരാളം ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന പക്ഷം ഏത് രീതിയിൽ ഈ കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്ത് ശൈലി അവിടെ ഉപയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം അദ്ദേഹത്തിന് അനുകരണങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ തന്നെ സ്വന്തമായ ഒരു ശൈലിയുമായിട്ടല്ല വന്നത്. അദ്ദേഹം പലതും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. ആ പരീക്ഷിച്ചതിൽ അത് വളരെ കൂടുതൽ നമുക്ക് പ്രകടമായി തോന്നുന്നത് സത്യൻ്റെ അഭിനയ രീതിയെ അദ്ദേഹം ഒന്ന് കടമെടുക്കാൻ നോക്കിയതാണ്. അതിനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ചിത്രത്തിൽ അദ്ദേഹം സത്യൻ്റെ അഭിനയത്തെ വളരെയേറെ ആശ്രയിച്ച് അഭിനയിച്ചിരിക്കുന്നതായിട്ട് കാണാം. പക്ഷെ അതിനെ തുടർന്ന് അദ്ദേഹം ആ അനുകരണം അങ്ങ് മാറ്റിവെച്ചു. ഒരു മാതൃക അദ്ദേഹം ഒന്ന് പിന്തുടർന്നു നോക്കി. പക്ഷെ അതിൽ പിടിച്ചു നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് മലയാളത്തിൽ ഒരു പരിഗണിക്കപ്പെടുന്ന ഒരു നടനായി വളരാൻ കഴിയില്ലായിരുന്നു. എന്നാൽ മമ്മൂട്ടി അതൊരു തൻ്റെ പഠന വഴിയിലെ ഒന്നായിട്ടാണ് അതിനെ കണ്ടത്. അങ്ങനെ അദ്ദേഹം സത്യൻ്റെയും അഭിനയ ശൈലി ഒന്ന് പരീക്ഷിച്ചു നോക്കി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അപ്പോൾ അത് വളരെ വിജയകരമായിരുന്നു താനും. പക്ഷേ ഒരു നടൻ മറ്റൊരു നടനെ അനുകരിച്ചത് കൊണ്ട് ആ നടന് സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാകുന്നില്ല എന്നുള്ളത് മമ്മൂട്ടി തന്നെ ആദ്യമേ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ പിന്നീട് ആ ശൈലി അദ്ദേഹം പിന്തുടർന്നിട്ടുമില്ല. പിന്നെ സ്വകീയമായ ഒരു ശൈലിയിലേക്ക് അദ്ദേഹം വരികയാണ് ചെയ്യുന്നത്. യുവതലമുറയിലെ വളരെ ശ്രദ്ധേയരായ ആർട്ടിസ്റ്റുകൾക്കൊപ്പമാണ് അദ്ദേഹം ആദ്യകാലത്ത് വന്നിരുന്നത്. അന്ന് രതീഷൊക്കെ തന്നെ രംഗത്ത് ഒരു സ്ഥാനം നേടിയിരുന്ന കാലഘട്ടത്തിലാണ് അവരോടൊപ്പം അദ്ദേഹം അഭിനയിക്കാനെത്തുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവരിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു നിലപാട് ആളുകളുടെ മുമ്പിൽ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആകാര സൗഭഗം അതിന് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്.